പ്രശാന്ത് ഏട്ടാ, ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് എത്തി നിൽക്കുകയാണ്. അതിനിടയിലാണ് അഴിമതി വിരുദ്ധ രാജകുമാരനായിട്ടുള്ള നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ED അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ലഫ്റ്റനന്റ് ഗവർണറിൽ നിന്ന് തേടി എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് അനുമതിയും കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഒരു ഭാവി? അദ്ദേഹത്തിൻ്റെ ഭാവി അത് വാസ്തവം പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് പറയാം. ഇപ്പോൾ 2 സംസ്ഥാനങ്ങളിലുള്ള ഭരണം ആം ആദ്മി പാർട്ടിക്ക് അങ്ങനെ തന്നെ തുടരാൻ പറ്റുമോ ഇല്ലയോ എന്ന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അറിയാം. എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ മദ്യനയ അഴിമതി കേസ്. മദ്യനയം രൂപീകരിക്കുന്നതിൽ വലിയ അഴിമതി നടന്നു എന്നാണ് കേസ്. അത് കള്ളപ്പണം ഇടപാടൊക്കെ നടന്നു എന്ന് പറഞ്ഞ് ED ആണ് ഈ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും പുതുതായിട്ട് വരുന്ന വിവരങ്ങൾ ഞാൻ പറയാം. ഈ കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ഡൽഹിയിൽ ലഫ്റ്റനന്റ് ഗവർണറാണുള്ളത്, അറിയാമല്ലോ. ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന EDക്ക് നൽകി എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് ഡൽഹി ഗവർണറോ EDയോ ഔദ്യോഗികമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവരെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ ദേശീയ മാധ്യമങ്ങളൊക്കെ ഈ സംഭവം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2002 കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം PMLA പ്രകാരമാണ് പ്രോസിക്യൂഷന് അനുമതി നൽകിയിരിക്കുന്നത്. അങ്ങനെ ED അങ്ങനെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ലഫ്റ്റനന്റ് ഗവർണറോട്. ഈ സുപ്രീം കോടതിയിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കേസുകളും അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കഥയൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഈ സുപ്രീം കോടതിയിൽ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിലല്ലാതെ ഈ പൊതുപ്രവർത്തകരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് പ്രത്യേകിച്ചും ഈ കള്ളപ്പണം ഭരണഘടനാ പദവിയിലൊക്കെ ഇരിക്കുന്ന ഇപ്പോൾ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാർ, അതൊക്കെ ഭരണഘടനാ പദവിയാണ്. അപ്പോൾ അങ്ങനെ ആ ഭരണഘടനാ പദവിയും കൂടി ഉള്ള ആ പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണം. അപ്പോൾ അത് സുപ്രീം കോടതിയും ക്രിമിനൽ നടപടി ചട്ടപ്രകാരം ഈ സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ഇല്ലാതെ കള്ളപ്പണം വെളുപ്പിച്ചതിന് പൊതുപ്രവർത്തകരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല. അത് സുപ്രീം കോടതി നേരത്തെ ശരിവച്ചിരുന്നു ആ ഒരു കേസിൽ. അപ്പോൾ നവംബർ 6-നാണ് സുപ്രീം കോടതിയുടെ ആ വിധി വന്നത്. അത് പ്രകാരം ഈ ED സമർപ്പിച്ച കുറ്റപത്രത്തിന് പ്രോസിക്യൂഷൻ അനുമതി നേരത്തെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI, സംസ്ഥാന പോലീസ്, മറ്റ് അന്വേഷണ ഏജൻസികൾ എന്നിവർക്ക് ഇത് നിർബന്ധമാക്കിയിരുന്നു ഈ സാധനം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം അരവിന്ദ് കെജ്രിവാളിനെതിരെ ED ഇവരെ ലഫ്റ്റനന്റ് ഗവർണറെ സമീപിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് അനുമതി നേടിയെടുക്കുകയും ചെയ്തു എന്നാണ് ഇപ്പം നമുക്ക് ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന വിവരം. അതാണ്. അപ്പോൾ ഇത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ആഴ്ചകൾ മാത്രമേ ഉള്ളൂ, അല്ലേ? അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ അരവിന്ദ് കെജ്രിവാളിനെതിരായ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും അത് ഡൽഹി രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നീക്കമാണ്. തീർച്ചയായും. അതായത് ഞാൻ ആലോചിക്കുന്നത്, ഡൽഹിയിലെ ഭരണത്തിലേക്ക് ആം ആദ്മി പാർട്ടി വരുമ്പോൾ ഈ പറയുന്ന പോലെ അണ്ണാ ഹസാരെയൊക്കെ നിരാഹാരം ഇരിക്കുന്നു, നിർഭയ കേസിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്, കോൺഗ്രസ് ഗവൺമെൻറ് വലിയ രീതിയിലുള്ള അഴിമതിയുടെ കൂത്തരങ്ങാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അണ്ണാ ഹസാരയ്ക്കൊപ്പം നിരാഹാര വേദികളിലിരുന്ന് സജീവമായി കടന്നു വന്ന ഒരാളാണ് ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാൾ. അങ്ങനെയാണ് ഈ ആം ആദ്മി പാർട്ടി തന്നെ രൂപീകരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നട്ടെല്ല് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അഴിമതി വിരുദ്ധ പോരാട്ടമാണ്. അഴിമതിക്കെതിരായിക്കൊണ്ട് ഞങ്ങൾ ഏത് കാലത്തും ശക്തമായി ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ വന്നിട്ടുള്ളത്. മാത്രമല്ല ഡൽഹിയിലെ ഒരു വിദ്യാഭ്യാസ നയമുണ്ട്, അതുപോലെ തന്നെ ആരോഗ്യ നയം. ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിലേക്ക് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്നുള്ളത്. കുറേയധികം സ്കൂളുകൾ നവീകരിച്ചു, സ്കൂൾ വിദ്യാഭ്യാസം സൗജന്യമാക്കി, പിന്നെ ഈ പറയുന്ന ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ചികിത്സ നല്ല നിലയ്ക്ക് അവർ സൗജന്യമാക്കി, പിന്നെ ജലം, അതുപോലെ തന്നെ വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവർക്ക് ഒരു വലിയ രീതിയിൽ സൗജന്യമോ അല്ലെങ്കിൽ അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രീതിയിലേക്കോ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേക ഇലക്ട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇലക്ട്രിക്കൽ നമ്മുടെ ഈ KSEB ഒക്കെ പോലുള്ള ഒരു ഇതിലല്ല, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഒരു നിയന്ത്രണത്തിലല്ലാതെ അല്ലാത്ത നമ്മൾ ഈ പറയുന്ന പോലെ സ്വകാര്യമായിട്ടുള്ള ആളുകൾക്കും
എന്ത് ചെയ്യാം, ഈ വൈദ്യുതി വിതരണം ചെയ്യാം. അപ്പോൾ അവിടെ ഒരു ഗുണമെന്ന് പറയുന്നത്, നമ്മൾ ഈ ഇപ്പം പ്രശാന്ത് ഏട്ടനും ഞാനും ഒക്കെ മാസം നമ്മൾ റീചാർജ് ചെയ്യുമല്ലോ. അപ്പം VI ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, എയർടെൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, BSNL ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ വിവിധ കമ്പനികളുടെ ഇലക്ട്രിസിറ്റി വാങ്ങുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഓഫറുകളുണ്ട്. ഇപ്പോൾ ചിലപ്പം VI 251 രൂപയ്ക്ക് പിന്നെ ഒരു മാസം കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ എയർടെൽ 230 കൊടുക്കും. അപ്പോൾ അതുപോലെ പല കമ്പനികളും തമ്മിൽ ഒരു മത്സരം വരികയും ജനങ്ങൾക്ക് കുറച്ചുകൂടി ഉപകാരപ്രദമായ രീതിയിൽ അവർ ആ ഒരു എന്താണ് ഈ ഇലക്ട്രിസിറ്റി തിരഞ്ഞെടുക്കാം. സർക്കാരിൻ്റെ ഇലക്ട്രിസിറ്റിയും ഉണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ ഗവൺമെൻറ് വളരെ വലിയ രീതിയിൽ ഇവരെ എന്ത് ചെയ്തു, വിശ്വസിച്ചു എന്നുള്ളതാണ്. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ കാണുന്നത് മദ്യനയം രൂപീകരിച്ചപ്പോഴാണ്. മദ്യനയം രൂപീകരിക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പ് മനീഷ് സിസോദിയയുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളായിരുന്നു, വലിയ പ്രശ്നങ്ങളുണ്ടായി. അപ്പൊ ഓരോ ആളുകളായിട്ട് ഈ ജയിലിലായിരുന്നു, കൈക്കൂലി കേസിൽ. മന്ത്രിസഭയിൽ നിന്ന് ഓരോ ആളുകൾ തെറിക്കുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് പോവേണ്ട ഒരവസ്ഥയിലേക്ക് ഡൽഹിയിൽ പോയി എന്നുള്ളതാണ്. പക്ഷെ എന്നിട്ടും ഡൽഹിക്കാർ ഇവരെ കൈവിട്ടില്ല. കാരണം ഏറ്റവും വലിയ എന്തൊക്കെ തന്നെ പറഞ്ഞാലും പ്രശാന്ത് ഏട്ടാ, നമ്മൾക്ക് ഈ ഫ്രീ കിട്ടുമ്പോൾ അത് അങ്ങനെ ഫ്രീ കൊടുക്കുന്ന രാഷ്ട്രീയം, ഫ്രീ പൊളിറ്റിക്സ് നല്ലതല്ല എന്നായിരുന്നു നരേന്ദ്രമോദിയുടെയും BJP ഗവൺമെന്റിന്റെയും ഒരു അഭിപ്രായം. അതായത് അത് ഒരു രാജ്യത്തെ ശാക്തീകരിക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു അഭിപ്രായം. പക്ഷേ ജനങ്ങൾക്ക് എന്തോ അത് തന്നെയാണ് വലുത് എന്നുള്ളതാണ് ഇപ്പോഴും നമ്മൾ കാണേണ്ടത്. കേരളത്തിൽ കിറ്റ് കൊടുക്കുന്നത്, കിറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പരിഹസിക്കുന്ന സമയത്ത് പോലും, അതെ, കിറ്റിന്റെ രാഷ്ട്രീയം പറയുമ്പോഴും ജനങ്ങൾക്കത് ഭയങ്കര കാര്യമായിരുന്നു. ഈ രണ്ടാമത് അധികാരത്തിൽ കൊണ്ടുവരാൻ കേരള ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്, LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കിറ്റ് തന്നെയായിരുന്നു. ആ സമയത്ത് അത് എത്രയോ വലിയ കാര്യമാണ്. ഈ ദരിദ്രരെന്നോ, അതെ, കോവിഡ് കാലത്ത് പൈസക്കാരെന്നോ ഇല്ലാതെ ഇവർക്ക് കിറ്റ് കൊടുത്തു. അത് അതേ നയം തന്നെ അവിടെ പിന്നെ കിട്ടുമ്പോൾ അവർക്ക് ആ പിന്നെ ആം ആദ്മി രാഷ്ട്രീയം, അതെ, ആം ആദ്മി രാഷ്ട്രീയത്തോട് കൂടുതൽ എന്ത് വന്നു, താല്പര്യം തോന്നി. ഇതേ പൊളിറ്റിക്സ് പിന്നീട് BJP തിരിച്ചറിയുകയും ഒരു 6-7 മാസം മുമ്പ് മഹാരാഷ്ട്രയിൽ നടപ്പിലാക്കുകയും ചെയ്തു. അതോടുകൂടി മഹാരാഷ്ട്രയിലെ ഭൂരിഭാഗം സീറ്റുകളും ഈ പറയുന്ന പിന്നെ എന്താണ് ശിവസേനയെ തമ്മിലടി, NCPയെ പിളർത്തുന്ന പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടായിട്ട് പോലും BJP വിജയിച്ചു കയറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പൊ ജനങ്ങൾക്ക് ഈ ഫ്രീ പൊളിറ്റിക്സ്, സൗജന്യമായി കാര്യങ്ങൾ കിട്ടുന്ന പൊളിറ്റിക്സിനെ സൗജന്യ സേവനങ്ങൾ ലഭിക്കുന്ന രാഷ്ട്രീയം തീർച്ചയായിട്ടും ഈ ഇപ്പൊ പാർത്ഥൻ പറഞ്ഞതുപോലെ ജനങ്ങള് സൗജന്യം എവിടെ കിട്ടുമോ, നമ്മൾ മലയാളത്തിൽ സാധാരണ ഈ പുതിയ ഒരു പഴഞ്ചൊല്ലുണ്ട്, എന്താ, ഓസിന് കിട്ടിയാൽ ആസിഡും കുടിക്കും. അങ്ങനെ ഒരു ചൊല്ല് തന്നെ മലയാളത്തിൽ ഉണ്ടായി. അല്ല, അത് സത്യമാണ്. ഡൽഹിക്കാരിപ്പോ ഓസിന് കിട്ടി ആസിഡ് കുടിച്ച അവസ്ഥയിലാണ്. അപ്പൊ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു അഴിമതി വിരുദ്ധ മുഖം അത് വാസ്തവത്തിൽ വലിച്ചു കീറപ്പെട്ടിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളും അഴിമതിക്കാരനാണ് എന്നൊരു എന്താ പറയണ്ടേ, ആ ഒരു പ്രചാരണം ഇപ്പോൾ വളരെ ശക്തമാണ്. മാത്രമല്ല അദ്ദേഹം പിന്നെ സാധാരണ സ്വന്തം വീട്ടിൽ താമസിച്ചിരുന്ന അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ താമസിക്കുന്നു. അതിൻ്റെ ആഡംബരങ്ങളെല്ലാം ഉപയോഗിക്കുന്നു. സാധാരണ ഒരു വസ്ത്രം ധരിച്ച് സാധാരണ ചെരുപ്പൊക്കെ ഇട്ട് നടന്നയാൾ ഇപ്പോൾ വലിയ തോതിൽ വലിയ മാറ്റങ്ങളാണ് അദ്ദേഹത്തിന് വന്നിരിക്കുന്നത്. അദ്ദേഹം ഈ പറയുന്നത് പോലെ എന്താ പറയുക, ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന പണം കൊണ്ട് പാർട്ടി നടത്തിയിരുന്നു, അല്ലെങ്കിൽ പാർട്ടി ആരംഭിച്ച് അതിന് ചൂല് ചിഹ്നമായിട്ട് സ്വീകരിച്ച്, അങ്ങനെയാണല്ലോ മാലിന്യം തൂത്തുകളയാനാണല്ലോ ചൂല്. അപ്പം രാഷ്ട്രീയ മാലിന്യങ്ങളെ തൂത്തുകളയുന്ന ചൂൽ എന്നായിരുന്നു ഈ ആം ആദ്മി പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നത്തെക്കുറിച്ചൊക്കെ വിശേഷിപ്പിച്ചിരുന്നത്. അവിടെ നിന്നെല്ലാം അരവിന്ദ് കെജ്രിവാൾ പതുക്കെ മാറുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്, രാജ്യം കണ്ടത്. അവിടുന്ന് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു സാധാരണ പൊളിറ്റീഷ്യന് വന്ന് ഭവിക്കുന്ന എല്ലാ മാനറിസങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായി. മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട്. പക്ഷേ കേട്ടോ, ഞാൻ അങ്ങനെ ശ്രദ്ധയപ്പെടുത്തുകയാണ്, അദ്ദേഹത്തിന്റെ വീടുമായി ബന്ധപ്പെട്ട് ഒരുപാട് ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത്. വീട് എന്ന് പറയുന്നത് കൊട്ടാര തുല്യമായ വീടുണ്ടാക്കി. AC എന്ന് പറയുന്നത് 40ഓളം AC-കൾ, അതുപോലെ തന്നെ ഈ വീടിന്റെ ഉള്ളിലേക്ക് വാങ്ങിയ ഉപകരണങ്ങളുടെ വില കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിലേക്ക് ഏറ്റവും ആധുനിക സൗകര്യങ്ങൾ, 2 നീന്തൽക്കുളങ്ങൾ തുടങ്ങി രാജസിംഹാസനത്തിൽ ഇരുന്ന് വാഴുന്നത് പോലെ അദ്ദേഹം മാറി. പിന്നെ ഈ പറയുന്ന മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഓരോ അഴിമതികളായിട്ട് പുറത്തു വന്നുകൊണ്ടിരുന്നു. ഇപ്പോഴും വീണ്ടും CBI പല കേസുകൾ അന്വേഷിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കൃത്യമായി BJP രാഷ്ട്രീയപരമായി വേട്ടയാടുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ പറയുന്നത് കൃത്യമായ തെളിവുണ്ട്. അവസാനം കോടതി പറഞ്ഞു അനിശ്ചിത കാലത്തേക്ക് ഇങ്ങനെ ജയിലിടാൻ കഴിയില്ല, നിങ്ങൾ അത് വാദിക്കൂ, നിങ്ങൾ വിചാരണ നടത്തും.
എന്നാണ് പറഞ്ഞത്. അതാ അത്രയും കാലം ഒരു മുഖ്യമന്ത്രിയെ കോടതി ജയിലിലിടണമെങ്കിൽ കൃത്യമായ തെളിവ് ഹാജരാക്കിയിട്ടുണ്ട്. അങ്ങനെ കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പറയുന്ന കെജ്രിവാളിനെ പിടിച്ച് അകത്തിട്ടത്. അല്ലാതെ ഒരു രാഷ്ട്രീയ വിരോധത്തിന്റെ ഭാഗമായിട്ടൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ എത്ര ആളുകളെ പിടിച്ച് ജയിലിലിടണം? പക്ഷേ കെജ്രിവാളിന്റെ തത്വശാസ്ത്രങ്ങളെല്ലാം പൊള്ളയായിരുന്നു. അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ ആം ആദ്മി പാർട്ടിക്കകത്തെ മനീഷ് സിസോദിയമാരും എല്ലാം തന്നെ അതെ ബലൂൺ ആയിരുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനം ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്നു. കാര്യം വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ പറയുന്ന ലോക്സഭാ ഇലക്ഷനൊക്കെ ഡൽഹിയിൽ എന്താണ് സംഭവിക്കുക? BJP തൂത്തുവാരും. നിയമസഭാ ഇലക്ഷന് പക്ഷേ ആം ആദ്മിയാണ് വരിക. പക്ഷേ ഇപ്പം അടുത്ത് ഒരു ആം ആദ്മി പൊളിറ്റിക്സിൽ നിന്ന് ഒരു എന്താണ് ഒരു ഷിഫ്റ്റ്, ഒരു കൊഴിഞ്ഞുപോക്ക് BJPയിലേക്ക് വന്നിരിക്കുന്നു. കാരണം ഇതല്ലായിരുന്നു ശരി. കാരണം ഞാൻ പറയാണ്, ഞാൻ കള്ളനല്ല, ഞാൻ ഭയങ്കര സത്യസന്ധനാണ്, ഞാൻ സത്യസന്ധതയ്ക്ക് വേണ്ടി മാത്രമേ നിൽക്കുള്ളൂ, 24 മണിക്കൂർ ഞാൻ സത്യസന്ധതയെ പറ്റി മാത്രം സംസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ തെറ്റ് ചെയ്യുന്നതാണോ? അത്യാവശ്യം ഞാൻ അങ്ങനെ എന്താണ് പിന്നെ പൂർണ്ണമായും അത്ര മാന്യമൊന്നുമല്ല, പക്ഷെ ഞാൻ ശരിയുടെ പക്ഷത്തൊക്കെ നിൽക്കും, വേണ്ടി വന്ന അത്യാവശ്യം 1-2 കള്ളമൊക്കെ ഞാൻ പറയും എന്ന് പറയുന്നവൻ തെറ്റ് ചെയ്യുന്നതാണോ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുക? തീർച്ചയായിട്ടും ആദ്യം പറഞ്ഞത് വലിയ ചലനം ഉണ്ടാക്കും. അയാൾ തെറ്റ് ചെയ്യുമ്പോഴാണ് ജനങ്ങൾ കൂടുതൽ കല്ലെറിയുക. കാരണം അവൻ ഭയങ്കര സത്യസന്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ തെറ്റ് ചെയ്യുമ്പോൾ അവനാണ് ഭൂലോക കള്ളൻ. അത് ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. എന്തായാലും ഈ പറയുന്ന എന്താണ് ഇയാളുടെ രാഷ്ട്രീയത്തിന്, ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ഈ രാഷ്ട്രീയം എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയണം. RSSും BJPയും നല്ലൊരു പണി തന്നെയാണ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഡൽഹിയിൽ പൊതുവെ ഈ കോൺഗ്രസ് തകർന്നപ്പോൾ കോൺഗ്രസ്സുകാർ ഒരുപാട് പേര് ഈ BJP വിരുദ്ധരായി കോൺഗ്രസ് പാളയത്തിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഈ ആം ആദ്മി പാർട്ടിയെ പിന്തുണച്ച് അവരും തെരഞ്ഞെടുപ്പിൽ അവർക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വോട്ടിംഗ് പാറ്റേണൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഇവർ കോൺഗ്രസ് വളരെ താഴേക്ക് പോവുകയും ആം ആദ്മി പാർട്ടി അവിടെ കയറി വരികയും ചെയ്തു. എന്നാൽ അത്രയും തകർച്ച BJPയുടെ വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും BJP ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞൊരു ധ്രുവീകരണം ഡൽഹിയിൽ സംഭവിച്ചിരിക്കുകയാണ്. വരുന്ന ആളുകളിൽ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നോക്കാം, ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രതിച്ഛായ അദ്ദേഹത്തെ രക്ഷിക്കുമോ, വിജയിപ്പിക്കുമോ, അതോ അതിന് വിരുദ്ധമായി ഒരു തരംഗമുണ്ടായി ആ വോട്ട് BJPയിലേക്ക് പോയി BJP ഉയർന്നു വരുമോ, BJP അവിടുത്തെ ഭരണം പിടിക്കുമോ? BJP മുമ്പ് അവിടെ ഭരിച്ചിരുന്നതാണ്, BJP അവിടുത്തെ ഭരണം പിടിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും കാത്തിരുന്ന് കാണാം. ആഴ്ചകളേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്. അതെ.